കഴിഞ്ഞ ദിവസമാണ് ട്രംപ് തൻ്റെ വിമാനയാത്രയ്ക്കിടെ എയർഫോഴ്സ് വണ്ണിൽ വെച്ച് പ്രതികരിച്ചത് ഇറാനുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു എന്ന്. ചർച്ചകൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുമെന്ന്. പക്ഷേ US-ഉമായി ചർച്ചകൾ നടത്തുന്നുണ്ടോ, അതിനുള്ള പദ്ധതികളുണ്ടോ എന്ന കാര്യമൊന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് ധാരണയിലെത്താൻ ഒമാനുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞത്. അതിനുശേഷം ഇന്ന് വീണ്ടും ട്രംപിൻ്റെ പ്രതികരണങ്ങൾ വീണ്ടും വരികയാണ്. ഇറാൻ ഒന്നുകിൽ പൂർണ്ണമായും ഒരാണവ കരാറിൽ ഏർപ്പെടേണ്ടി വരും, ചർച്ചകളിലൂടെ ഒന്നും അവസാനിപ്പിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല, കനത്ത തിരിച്ചടി ഇറാനെ പൂർണ്ണമായും കീഴടക്കുമെന്നാണ് ട്രംപിൻ്റെ പുതിയ മുന്നറിയിപ്പ്. US-ന്റെ കടുത്ത നാവിക ഉപരോധത്തിൽ ഇറാനിലേക്ക് ഒരു സാധനവും ഇപ്പോൾ എത്തുന്നില്ല എന്നും നിലവിലെ സാഹചര്യത്തിൽ മറ്റു വഴികളൊന്നും അവർക്ക് മുന്നിലില്ല എന്നും മറ്റുമാണ് ട്രംപിന് വീണ്ടുമുള്ള മുന്നറിയിപ്പ്. പക്ഷേ ഇറാൻ ഭരണകൂടത്തിനെതിരെയും വിമർശനമുണ്ട്. ഇറാൻ ഭരണകൂടം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ മനഃശാസ്ത്ര യുദ്ധമാണ് ട്രംപ് നടത്തുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഇറാന്റെ വിലയിരുത്തൽ. ഇറാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നതും. കാരണം ആക്രമിക്കാൻ താല്പര്യവുമില്ല, ആക്രമിക്കുമെന്ന് തുടർച്ചയായി പറയുകയും ചെയ്യുന്നു, തങ്ങളെ പേടിപ്പിക്കുകയാണ് ആ തരത്തിൽ ലക്ഷ്യം എന്നാണ് ഇറാൻ പറയുന്നത്. ഇപ്പോൾ VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ട്രംപിൻ്റെ മുന്നറിയിപ്പുകൾ, വെല്ലുവിളികൾ എന്താണ്, ഉപരോധങ്ങളൊക്കെ ഉണ്ടാകുമെന്ന കാര്യങ്ങളൊക്കെ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഒരു തരത്തിലും അമേരിക്കയ്ക്ക് താല്പര്യമില്ല ഇനി ആക്രമിക്കാൻ എന്ന് നമുക്കറിയാം. ആയുധങ്ങൾ കുറയുന്നു, അവർ ലക്ഷ്യങ്ങൾ സാധിക്കുന്നില്ല, അതൊക്കെ ട്രംപിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ചർച്ച തുടങ്ങും, തിങ്കളാഴ്ച ചർച്ച ആരംഭിക്കും എന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷേ അതിന് മറുപടിയൊന്നോണം ഇറാൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. തങ്ങൾക്ക് അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ച് അറിയില്ല, ആര് എവിടെ ചർച്ച നടത്തുന്നു എന്ന കാര്യമൊന്നും തങ്ങൾക്കറിയില്ല എന്ന ഒരു മറുപടിയാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ പറയുന്നത് ഒമാനുമായും ചില ചർച്ചകൾ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. അത് ഹോർമൂസിൽ കപ്പൽ ഗതാഗതം അത് സുഗമമാക്കുന്നതിന് വേണ്ടി ഈ തീരം പങ്കിടുന്നത് ഒമാനും ഇറാനുമാണ് പ്രധാനമായും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വശത്തുള്ള രാജ്യങ്ങൾ, ഹോർമൂസിന് ഇരുവശത്തുമുള്ള രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് അവിടെ എന്ത് സാധ്യമാകണം, അവിടുത്തെ വാണിജ്യവും ആയി ബന്ധപ്പെട്ടുള്ള യാത്രകൾ അത് തകരാറിലാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഏത് തരത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നത് സംബന്ധിച്ച് ഒമാനും ഇറാനുമായി ചർച്ച നടത്തുന്നുണ്ട്. അമേരിക്കയുടെ കാര്യത്തിൽ തങ്ങൾക്കൊന്നും അറിയില്ല, അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ച് അറിയില്ല എന്നാണ് ഇപ്പോൾ ബഖാഫിയുടെ അടക്കം പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. വിദേശകാര്യ വക്താവാണ് അദ്ദേഹം. അങ്ങനെ ഒരു പ്രതികരണം വരുമ്പോൾ അത് അമേരിക്കയെ ചൊടിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല, ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന എന്നത് തൻ്റെ ക്ഷമ നശിക്കുകയാണ്, ഇനി വലിയൊരു തിരിച്ചടിയിലേക്ക് പോകേണ്ടി വരും, വലിയ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരും, താൻ പൂർണ്ണമായും ക്ഷമ നശിച്ചവനായിരിക്കുന്നു, ഏറ്റവും അവസാനത്തെ അവസരമാണ്, ഇറാൻ ഒരു സമാധാന കരാറിലേക്ക് പോകണം, ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് അവസരമുണ്ട്, ഈ അവസരം പ്രയോജനപ്പെടുത്തണം, അങ്ങനെ ആണവ നിർവ്യാപനം എന്ന നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ആദ്യത്തെ പ്രശ്നമായി നിൽക്കുന്നത് ഹോർമൂസാണ്. ഹോർമൂസ് തുറക്കുക എന്നതാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ട്രംപ് പറയുന്നുണ്ട്. അതിനുശേഷം തുടർ ചർച്ചകളിലൂടെ ഈ ആണവ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ആണവായുധ ശക്തിയായി ഇറാൻ മാറാതിരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക എന്നതാണ്. അതിനുള്ള അവസാനത്തെ അവസരമാണ് ഇപ്പോൾ ഇറാന് മുന്നിലുള്ളതെന്ന് ട്രംപ് പറയുന്നുണ്ട്. അങ്ങനെ ട്രംപിൻ്റെ നിരാശയും ദേഷ്യവും ഒക്കെ തന്നെ പലകുറി നമ്മൾ കണ്ടതുപോലെ ഏറ്റവും ഒടുവിൽ ഒന്നുകൂടി വന്നിരിക്കുന്നു. ഏതാണ്ട് ഒരു ഡസൻ തവണയിൽ ഏറെയെങ്കിലും ട്രംപ് ഇങ്ങനെ നിലപാട് മാറ്റിയിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കുമെന്ന് പറയും, പിന്നീട് ആക്രമിക്കാതിരിക്കും, വീണ്ടും ചെറിയ ആക്രമണങ്ങൾ പലയിടങ്ങളിലായി നടത്തും. അങ്ങനെ ട്രംപ് നിലപാട് മാറ്റി ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പൗരന്മാർ പൂർണ്ണമായും പശ്ചിമേഷ്യയിൽ നിന്ന് ഒഴിയണം, അന്തിമമായ യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതിന് പിന്നാലെ സൗദിയുടെ ഇടപെടൽ ഉള്ളതുകൊണ്ട് നമ്മളിതാ ഇനി ആക്രമിക്കുന്നില്ല എന്ന ഒരു പ്രഖ്യാപനം വരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇറാന് അവസാനത്തെ താക്കീതെന്ന നിലയിൽ മറ്റൊരു പ്രസ്താവന വരുന്നു. ഏറ്റവും ഒടുവിലത്തെ ചർച്ചയാണ്, ഇതിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെ നശിപ്പിക്കുമെന്ന ഭീഷണി. ഇറാനാകട്ടെ ഇതെല്ലാം തന്നെ പരിഹസിച്ച് കളയുന്നു, തമാശയായി കാണുന്നു എന്ന നിലയിൽ തന്നെയാണ് അവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഇതിൻ്റെ അപകടം ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കയുടേത് ഒരു മനഃശാസ്ത്രപരമായ നീക്കമാണ് എന്ന വിലയിരുത്തലുണ്ട്. മാത്രമല്ല, അവിടെ ഈ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയുണ്ട്. ആ സമിതി അത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. ആ സമിതിയുടെ ഒരു നിർദ്ദേശം ഇറാൻ ഭരണകൂടത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അമേരിക്കയെ വിശ്വസിക്കരുത് എന്ന കാര്യമാണ്. നമ്മൾ മലയാളത്തിൽ ആ വാക്കുകൾ മാറ്റിയാൽ ഈ ഗുണ്ട പണിയാണ് ഇവർ ചെയ്യുന്നത്, ഈ ഗുണ്ടകളെ വിശ്വസിക്കരുത് എന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാൻ്റെ ഈ പരമോന്നത സമിതി അവിടുത്തെ ഭരണകൂടത്തിന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ പെട്ടെന്ന് അമേരിക്കയുമായി ഒരു കരാറിൽ ഏർപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്.
ട്രംപിൻ്റെ തിരിച്ചടിയും ഉണ്ടായിരിക്കുന്നു. ഇറാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. അതായത് വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടം നടക്കുന്നുണ്ട്, സംഘർഷം നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സമാധാന കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ. അത് ഒരു തരത്തിലും ഒരു തീരമണയുന്ന ലക്ഷണമില്ല. മാത്രമല്ല ഇസ്രായേൽ ആകട്ടെ ഗസയിലേക്ക്, നമ്മൾ അടുത്ത വാർത്ത അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് രഞ്ജിത്ത്. ഇസ്രായേലിന് ഒരു താല്പര്യമുണ്ട്. ഒക്ടോബറിൽ അവരുടെ പൊതു തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോവുക എന്നത് തന്നെയാണ് നെതന്യാഹുവിൻ്റെ താല്പര്യം. കാരണം അവിടെ ഈ രാജ്യസ്നേഹം കൂടുതൽ പറയണമെങ്കിൽ യുദ്ധം നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു കരാറിൻ്റെ ഭാഗമായി ചർച്ചകൾ നടത്തുമ്പോൾ ഇസ്രായേൽ ഒരു വശത്ത് അവരുടെ ആക്രമണം തുടരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രിയുണ്ട് നഫ്താലി ബെനറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി വന്നിരിക്കുന്നു. ഇറാനേക്കാൾ വലിയ ശത്രു ഖത്തറാണ്, ഹമാസിന് വലിയ തോതിൽ പണമൊഴുക്കുന്നത് ഖത്തറാണ് എന്ന് ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് വളരെ വ്യക്തമാണ്. ഇസ്രായേലിൽ വരാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങൾക്ക് അടിസ്ഥാനമായി ട്രംപിന്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഇത് അവസാനത്തെ അവസരമാണ്. ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇത് അവസാനത്തെ അവസരമാണ്. ഒരു പുതിയ കരാറിൽ ഒപ്പുവെക്കാൻ ഇറാന് ഒരിക്കൽ കൂടി അവസരം നൽകുന്നു. അതേസമയം യാതൊരു ചർച്ചയുമില്ല എന്ന് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ച നടക്കുന്നത്. സൗദി അറേബ്യയും UAE, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെന്നും ട്രംപ് പറയുന്നു. പക്ഷേ ഇറാൻ ഒരു തരത്തിലും ഇതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.